ഫുട്ബോൾ കളിക്കാൻ പോവാണ്. ഇപ്പൊ കുഞ്ഞൂസ് വേഴ്സസ് റീനു. ഓക്കെ, അപ്പൊ റീനു ഫസ്റ്റ് ഗോൾ ഇരിക്കുകയാണ്. ഗോൾ പോസ്റ്റ് ഞാൻ കാണിച്ചത് ഇങ്ങനെയാണ് കേട്ടോ. ഈ ഗേറ്റ് ആണ്. ഇപ്പൊ ഫസ്റ്റ് കുഞ്ഞൂസ് അടിക്കാൻ പോവാണ്. നമുക്ക് എന്താന്ന് ഉണ്ടാവും കാണാം. കുഞ്ഞു അടിക്ക്. ഗോൾ. 5 അടി. ഒരു ഗോളായിട്ടോ. ഒരുണ്ട് ഇതാ അടിക്ക്. രണ്ടാമത്തെ അടി. ഒരു ഗോള്. ഗോൾ. റീനുവിന്റെ കൈ തട്ടിപ്പോയി. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പൊ കുഞ്ഞൂസ് പിന്നെ അടിക്കണു. മൂന്നാമത്തെ അടി. ഗോൾ. എന്താ റീനുവിന് എന്താ പറ്റിയതെന്ന്. അതാ കുഞ്ഞൂസ് ഇതാ വന്നിക്കണോ. കുഞ്ഞൂസ് വെക്ക്. അത് ഗോളായില്ല. 4ാമത്തെ അടി ഗോളല്ല. ലാസ്റ്റ് അടി. 3 ഗോൾ അടിച്ചിരിക്കണു. 4 അടിയില് ലാസ്റ്റ് അടിയാണ് റീനു. റീനു ദേഷ്യം പിടിച്ചിരിക്കണു. അതാ ഗോളായില്ല. 5 അടിയില് 3 എണ്ണം. ഇനി റീനുവിന്റെ അടി. റീനു സൂക്ക ഊരിയിട്ട് നല്ല പവറില് അടിക്കാൻ പോവുകയാണ്. അതാ വാളി. പക്ഷെ 5 അടി ചേർത്താൽ ഗോൾ അടിക്കാൻ നോക്കണ്ടേ. ഇതെന്താ 2 ഒക്കെ അടിച്ചിട്ട്. നിങ്ങൾ ആരെ ഫാനാന്ന് പറയണ? മെസ്സി ആണോ റൊണാൾഡോ ആണോ? കുഞ്ഞൂസ് റൊണാൾഡോനെ നാണം കെടുത്ത. ഇനി ഞാനും ഉണ്ടാവും. 3 അടി ഫെയിലായി. നീ 2 ഗോള് ജയിച്ചിക്കണോ കുഞ്ഞൂസ്? എന്നാലും നോക്കാം എത്ര. ഓ ഞാൻ കാണിക്കാൻ വന്നു. ചെറുതായിട്ടൊന്ന് കട്ടായി പോയി. ഈ കുഞ്ഞൂസിന് കാല് തട്ടി റിവേഴ്സ് അടിച്ചു പോയി. റിനുവിന്റെ 5ാമത്തെ അടി. ലാസ്റ്റ് അടി. ഗോൾ. ആ ചെടി ഉള്ളതുകൊണ്ടല്ലോ ഇങ്ങ് ഗോളാ. അപ്പൊ കഴിഞ്ഞിക്കണു ഇവര് ഉണ്ടാക്കായതും. അപ്പൊ ഇന്നത്തെ വിന്നർ. അപ്പൊ ഞാൻ ഇനി ഗോളി. ഇവര് 2 അടിക്കും. ഇതിൽ ക്യാമറ ഉള്ളതുകൊണ്ട് ഞാൻ തടയാൻ പറ്റുമോ എനിക്കറിയില്ല. ഞങ്ങൾ 2 അടിക്കും. 5ാമത്തെ അടി. അപ്പൊ ഞാൻ കാലോണ്ട് വേണ്ട. ഞാൻ അടിച്ചു പിടിച്ചോണ്ട്. അവിടെ നിന്നോ. ആർക്കറിയോ? ആരെയും അടിച്ചോ? അല്ല നീയല്ലേ. കുഞ്ഞൂസ് കുഞ്ഞൂസ് അടിക്കാൻ പോണെക്ക് കാലോണ്ട് തടയാൻ പറ്റുള്ളൂ. ഇതാ തടഞ്ഞു. 1 അടി ഫെയിലായി. അതാ നാടാ എടയാ കൂടി പോയി കുഞ്ഞൂസിന്റെ. അല്ല ഓന 5 അടിയില്ലേ. 2ാമത്തെ അടി. ഇതാ ഇങ്ങനെ 2ാമത്തെ അടി ഫെയിലായി. ഇത് 3ാമത്തെ അടി ഫെയിലായി. 4ാമത്തെ അടി ഫെയിലായി. 4ാമത്തെ അടി ഫെയിലായി. 5ാമത്തെ അടിയൊക്കെ ലാസ്റ്റ് അടി. കറങ്ങിപ്പോയി. ഇപ്പൊ കുഞ്ഞൂസ് 1 ഗോൾ അടിച്ചില്ല. നീ റീനുവിന്റെ ഒക്കെ വേണ്ടേ. എന്നാ നീ എന്നെ വിളിച്ചോ. എന്റെ നാർക്കട്ടോ വന്നേ. ഹായ് ബ്രോ. അടിക്കാൻ പോവാണേ. ഓ 2 അടി ഫെയിലായി. ഇങ്ങനെ പറഞ്ഞു. റിനുവിന് 1 ഗോൾ അടിച്ചത് ജയിക്കാന്. എന്താ നീ 1 ഗോൾ അടിച്ചില്ലല്ലോ. ശരിയാ. ഇവര് 2 ഡ്രോ ആവും. സലണ്ടറിന്റെ കാരണം കാണണം എനിക്ക്. ഏറ്റവും സലണ്ടർ പോയി. ഞാൻ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓ അത് സിമ്പിൾ ആയിരുന്നു കേട്ടോ. ഞാൻ വെറുതെ കാലോണ്ട് കളയണം.
മൂന്നടിഫയില്ലേ മൂന്നടിഫയില്ലേ അപ്പോൾ ഇനി നമുക്ക് വ്യൂ ഇതുവഴിയാണ് ഇനി കിച്ചുവിനെ നമ്മൾക്ക് ശരിക്കും കാണാം. അല്ല കുഞ്ഞൂസ് കളിക്കും, ഞാൻ അടിക്കും, രണ്ടാൾക്കും അടിക്കട്ടെ. ഇല്ല നിങ്ങളിൽ ആരെ ഏറ്റവും കൂടുതൽ സേവ് ചെയ്യും ഗോളേ? പുല്ലുള്ളോണ്ടേ, പുല്ലില്ലെങ്കിൽ ഗോളെ. ഇതാ രണ്ടാമത്തെ അടിയാണ് അടിക്കാൻ പോണത്. തല തട്ടിയിടും കൂടില്ല. ഓ ഒരടി സേവ് ചെയ്തു. ബാക്കിൽ നിന്ന് ഇങ്ങനെ ട്രിക്ക് ചെയ്ത് അടിക്കാൻ നോക്കിയതാ, സേവ് ചെയ്തു. പക്ഷെ മൂന്നടിയിൽ ഒരടി സേവ് ചെയ്തു. അപ്പോൾ കുഞ്ഞൂസ് ഒരടി സേവ് ചെയ്താൽ തന്നെ വലിയ കാര്യം. അപ്പം റീനുവിന് ഒരടിയും കൂടി, ലാസ്റ്റ് അടി. ലാസ്റ്റ് അടി, അടുത്ത റീനുവിൻ്റെ അടിയാണ്. ഗോൾ. ഇനി റീനുവിന് രണ്ടടി അടിക്കണം, അല്ല 2 അടി സേവ് ചെയ്തേക്കണം. കുഞ്ഞൂസ് ഇതാ കോപ്രായം കാണിക്കണു. അതാ കോപ്രായം കാണിച്ചു. ഇവിടെ റൊണാൾഡോ 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 ഫാൻ ലൈക്ക് ചെയ്യാ. മെസ്സി അല്ല ഇപ്പോഴോ റിനുവിന്റെ ആദ്യത്തെ ഗോൾ. ഒരടി പോയി. അതാ മെസ്സി ഫാൻ റൈറ്റ് ലെഗ് കൊണ്ട് അടിക്കണം, മെസ്സി ലെഫ്റ്റ് കൊണ്ടല്ല അടിക്കുക, ലെഫ്റ്റ് കൊണ്ട് അടിക്കണം. 2 ഗോളേ. എന്താ സിമ്പിൾ ഡിമ്പിൾ ആണല്ലോ. അങ്ങോട്ടാ വേറായിട്ട് റിനു ഒരു സേവ് ചെയ്തു എന്ന് പറയാം. ആ കൂട്ടൂല. എത്രാമത്തെ അടിയത്? അപ്പൊ നേരത്തെ ഇത് വേറാണ്. അപ്പൊ 2 അടി സേവ് ചെയ്തെന്ന് പറയല്ലേ, അപ്പൊ 2 അടി പിന്നെയും കൊടുക്കേണ്ടി വരും. ഗോൾ. ഇനി 2 അടിയും കൂടി. ആ 2 അടി സേവ് ചെയ്യണം. ഒരടി സേവ് ചെയ്താൽ ഇവർ രണ്ടുപേരും ഡ്രോ ആവും. ഓ ഗോൾ. മെല്ലട്ടോ അപ്പൊ ലാസ്റ്റ് അടി ഡ്രോ ആവോ? ജയിക്കോ? കുഞ്ഞു ജയിക്കോ? ഡ്രോ ആവുകയാണെങ്കിലും